CPM നിരവധി തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അതിനല്പം ശക്തി കൂടുകയും ചെയ്യും. പുതിയ സർവേ ഒക്കെ ആയിട്ട് ഇറങ്ങി അവർ തന്നെ മൂന്നാം വട്ടവും വരും എന്നുള്ള രീതിയിൽ അങ്ങനെ മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള കാപട്യം വളരെ പ്രകടമല്ലേ? CPMൻ്റെ ഒരു തെറ്റിദ്ധാരണ വികസനം വികസനം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടുമെന്നാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായ വികസനം എന്താണെന്ന്. ആ വികസനം പർവ്വതീകരിച്ച് എന്തോ വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല. നവകേരളം സർവേ എന്ന് പറഞ്ഞ് ചോദ്യങ്ങളുമായി CPM അണികൾ സന്നദ്ധ സേവകർ എന്ന് പറഞ്ഞ് 18,500 പേരെ നിയോഗിച്ചിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റിയിൽ എഴുതി കൊടുത്തിരിക്കുന്ന ആളുകളാണ്. 2 കോടി രൂപ ചെലവഴിച്ചാണ് ഈ സർവേ നടത്തുന്നത്. അവിടെ ലഘുലേഖകളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങളുണ്ട്, ഗ്രഹസന്ദർശനമാണ്. അവിടെ ചെന്നിട്ട് ഭാവി വികസനത്തിന് എന്ത് വേണം എന്ന് ചോദിച്ചാൽ ഈ പാവപ്പെട്ട മനുഷ്യൻ എന്ത് പറയും? കാരണം വികസനത്തിന് പണമില്ല, ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും പണമില്ല. അങ്ങനെ പ്രതിസന്ധി നിൽക്കുന്ന കിബിയുടെ പണം കൊണ്ടാണ് കുറച്ച് വികസന പണം നടത്തിയത്. 5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ അന്തിമ ദശയിൽ എന്ത് വികസനത്തെക്കുറിച്ചാണ് ജനങ്ങളിൽ നിന്നും സർവേ എടുക്കേണ്ടത്? ഒരു ഗവൺമെൻറ് തുടരുന്ന സമയത്ത് 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ മനസ്സിലാക്കാം. ഇതല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ പരിസമാപ്തി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ കുറേ ആളുകളെ വീടുകൾ തോറും കയറിയിട്ട് അതിൻ്റെ പേരിൽ വോട്ടാക്കി മാറ്റാം എന്ന് കരുതിയാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? ആ മണ്ടത്തരത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ CPM പോയിക്കൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കൂടി ഒരു വലിയ ബസ്സിൽ കയറി ഇങ്ങനെ നടന്നു. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളും പോയി വികസനം വികസനം എന്ന് പറഞ്ഞു. വല്ല സംഭവം ഉണ്ടായി. ലോക്സഭാ ഇലക്ഷന് മുമ്പിലാണ്. ലോക്സഭാ ഇലക്ഷനിൽ വല്ല വികസനം ഇവിടെ ഉണ്ടോ? എല്ലാ സീറ്റും പോയില്ലേ? ആകെ കേരളാദർശം മാത്രമാണ് കഷ്ടിച്ച് ജയിച്ചത്. അതാണ് വികസനത്തിന് കിട്ടിയ മറുപടി. വികസന വാചകമടി മാത്രമാണെന്ന് ജനങ്ങൾക്കറിയാം. ഇവിടെ നവകേരള സർവേയുടെ ഭാഗമായിട്ട് വികസനം നടന്നു ഒന്ന് കൊട്ടിഘോഷിച്ചു. ഒന്ന്, നവകേരളം കർമ്മ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ കോർഡിനേറ്ററായിരുന്നു, മുഖ്യമന്ത്രി ചെയർമാനായിരുന്നു. ആദ്യകാലങ്ങളിൽ ഞാനാണ് ശുഷ്കാന്തി പുലർത്തിയത്. ലൈഫ് മിഷൻ്റെ കാലത്ത് അന്ന് ലൈഫ് മിഷൻ നടപ്പിലാക്കിയ പദ്ധതികൾ യഥാർത്ഥത്തിൽ അന്ന് 6.25 ലക്ഷം ഗുണഭോക്താക്കളെ വെച്ചതിൽ ആ ഗവൺമെൻറ് കാലത്ത് ഒരു 3 ലക്ഷത്തോളം മാത്രമേ പൂർത്തിയാക്കിയുള്ളൂ. ഇത് തന്നെ 50,000 ആരുടെ ആയിരുന്നു ഉമ്മൻചാണ്ടി കാലത്ത്. പിന്നീട് ഒരു വർഷം കൂടെ അത് തുടക്കി വിട്ട ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം കൂടി 4.4 ലക്ഷമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. 2 വർഷം കൊണ്ട് 4.5 ഞാൻ വേണമെങ്കിൽ കരുതുന്നു ഗവൺമെൻറ് വരുമ്പോൾ മെയ് അവസാനവും ഒരു 5 ലക്ഷം പൂർത്തിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഈ 5 ലക്ഷം 2 വർഷം കൊണ്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതിന് മുമ്പുള്ളത് ഇന്ദിരാ ആവാസ് യോജന പ്രകാരവും കേന്ദ്ര പദ്ധതി പ്രകാരവും സംസ്ഥാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വീടുകൾ, ദളിത് പുറത്തുള്ള വീടുകൾ, ആദിവാസികൾക്കുള്ള വീടുകൾ, ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയുള്ള വീടുകൾ എല്ലാം കൂടി ഏതാണ്ട് 4 ലക്ഷത്തോളം വീടുകൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തുണ്ടായി. അത് ഒരു തലക്കെട്ടിലായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. പല പല തലക്കെട്ടിലാണ്. അത് കൊട്ടിഘോഷിച്ചില്ല. എം ഗോവിന്ദയുടെ കാലത്ത് ലക്ഷപ്പെട്ട് പദ്ധതി വന്നു. അത് ലക്ഷം പൂർത്തിയായില്ല, ലക്ഷം ഉണ്ടായി. അതിനുശേഷമുള്ള എല്ലാ ഗവൺമെൻറ് കാലത്തും 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ വന്നിട്ടുണ്ട്. കുടുംബങ്ങളുടെയും ജനസംഖ്യയും കൂടിയപ്പോൾ അത് സമാന്തരമായി കൂടേണ്ടിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത പിണറായി ഗവൺമെൻറ് കാലത്ത് 6 ലക്ഷം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് പൂർത്തിയായിട്ടില്ല. പിന്നീട് ഇപ്പോഴോ ഒട്ടും പൂർത്തിയായിട്ടില്ല. അപ്പം നവകേരളം പദ്ധതിയിൽ ഒന്നാമത്തെ പദ്ധതിയായി ലൈഫ് മിഷൻ തന്നെ മരണാസന്നമായി ഊർജ്ജശ്വാസം വലിക്കുകയാണ്. ഹരിത കേരളം എന്ന് പറഞ്ഞ് മാലിന്യമുക്ത കേരളം എന്ന് പറഞ്ഞ് പരിപാടി കൊണ്ടുപോകും. മാലിന്യമുക്ത കേരളത്തിൻ്റെ പ്രധാന സംഭവം എന്താ? എല്ലാ നഗരങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് വരുമെന്ന് പറഞ്ഞു. അത് പല സ്ഥലങ്ങളിലും പ്ലാന്റ് ഉണ്ടാക്കാൻ സ്ഥലം എടുത്തെങ്കിൽ പോലും ജനങ്ങൾ സമ്മതിച്ചില്ല, സത്യമാണ്. എങ്കിൽ പോലും ഒരു ഊർജ്ജിതമായ നടപടിയെടുത്തിൽ ഒരിടത്തും പ്ലാന്റ് ഉണ്ടായിട്ടില്ല. ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞ് വീടുകളിൽ തന്നെ മാലിന്യം ഗ്രാമപ്രദേശങ്ങളിലെ കുറേ നടപ്പിലായി. നഗരങ്ങൾ എവിടെ നടക്കാൻ? ഇപ്പോഴും റോഡിൽ തന്നെയല്ലേ വലിച്ചെറിയുന്നത്. ഇപ്പോഴും ടെറസിൻ്റെ മുകളിലായിട്ട് കത്തിക്കുകയല്ലേ. അത് വാതക മലിനീകരണമല്ലേ. ഹരിത കേരളം, ശുചിത്വ കേരളം തുടങ്ങിയ പൊളിഞ്ഞു. ആർദ്രം എന്ന് പറയുന്ന സംഭവം ഒരു കാലത്ത് സത്യം പറഞ്ഞ ആദ്യത്തിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നു. കോവിഡൊക്കെ വന്നപ്പോൾ ആരോഗ്യവകുപ്പ് നയിച്ചിരുന്ന മുഖ്യമന്ത്രി അതിന് നേട്ടവും നിശ്ചയിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഒരു വാർത്താ വായനക്കാരിയാണ് മന്ത്രി. അവർക്ക് യാതൊരു രാഷ്ട്രീയവുമല്ല. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലും കേൾക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലായെന്ന് സത്യമല്ലേ. ആർദ്രം മിഷൻ പൊളിഞ്ഞ് പോളിഷായി. അവിടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, എല്ലാ പ്രാഥമിക ആശുപത്രികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കണം എന്ന് പറഞ്ഞു. എവിടെയായത്? 200 എണ്ണം തുടങ്ങി വെച്ചത് പോലും പൂർത്തിയായിട്ടില്ല. ഡോക്ടറില്ല,
നേഴ്സില്ല, മരുന്നില്ല. അവിടെ പണ്ട് സർക്കാർ ആശുപത്രികളെ കേന്ദ്രീകരിച്ച ആണ് പാവങ്ങളെല്ലാം ചികിത്സ നടത്തിയിരുന്നത്. ഇന്ന് പാവങ്ങൾ പോയാലും രക്ഷയില്ല. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചികിത്സ ചൂഷണമായ സ്വകാര്യ മേഖല തഴച്ചു വളരുകയും ഇപ്പോൾ ഒരു ചെറിയ പനിയായിട്ട് പോയാൽ പോലും സ്വകാര്യ അത് പോയ കൺസൾട്ടേഷൻ ഫീസ് മാത്രം എല്ലാം കൂടെ കഴിഞ്ഞും ആയിരങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയല്ലേ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആരോഗ്യരംഗം തകർന്നു. വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി കോളേജിൽ കണ്ടിട്ട് 5 സ്റ്റാർ എന്ന് പറഞ്ഞു. കാരണം എന്താ, ഇവിടെ സ്കൂളിൽ പോകാൻ ആളില്ലാത്ത സ്കൂളുകളാണ് വലിയ 5 കോടി രൂപ മുടങ്ങി വലിയ അത് കിഫ്ബിയുടെ പണം കൊണ്ട് ഉപയോഗിച്ച് നടത്തിയത്. പക്ഷെ അവിടെ വിദ്യാഭ്യാസവും ഇല്ല. ഇന്ത്യക്ക് മാതൃകയാകും, അറിവിൻ്റെ കേന്ദ്രങ്ങളാക്കും എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം 2 മേഖലയിലും, സ്കൂൾ മേഖലയിലും കോളേജ് മേഖലയിലും തകർന്നെരിപ്പണമായി. ഇവിടുത്തെ SSLCക്ക് വല്ല അല്ലെങ്കിൽ +2 വല്ല വിലയുണ്ടോ? ബിരുദങ്ങൾക്ക് വല്ല വിലയുണ്ടോ? അതുകൊണ്ട് കേരളത്തിലെ ആളുകൾ വിദ്യാഭ്യാസം പണ്ടൊക്കെ തൊഴിലേ പോയിരുന്നുള്ളൂ. വിദ്യാഭ്യാസം കിട്ടണമെന്നുണ്ടെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ പോവുകയല്ലാതെ മാർഗ്ഗമില്ലാതെ പറഞ്ഞ് വിദ്യാഭ്യാസ ലോണും എടുത്ത് പോവുകയാണ്. ഇങ്ങനെ നവകേരളം പദ്ധതി പൂർണ്ണമായി പോയി. അതുപോലെ തന്നെ ഈ പ്രളയം വന്നപ്പോൾ റീബിൽഡ് കേരള, അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അത് പ്രഖ്യാപനം നടന്നുള്ളൂ. റീബിൽഡ് കേരളയിൽ ഒരു പുനർനിർമ്മാണം നടന്നിട്ടില്ല. ഇപ്പോഴും ആ സമയത്ത് ഒലിച്ചു പോയ വീടുകളൊക്കെ അവിടെ കിടക്കുക. ലൈഫ് മിഷൻ്റെ പേരിൽ കുറച്ച് പേർക്കൊക്കെ വീട് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഈ ശൗചാലയങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി ഉണ്ടായിരുന്നു. അത് വിജയപ്രദമായിരുന്നു. പക്ഷേ പ്രളയം വന്നപ്പോൾ ശൗചാലയങ്ങൾ മുഴുവൻ ഒളിച്ചുപോയി. ഇപ്പോൾ വീണ്ടും ശൗചാലയങ്ങൾ കഴിയാത്തത് കൊണ്ട് ഈ ആറിൻ്റെയും തോടിൻ്റെയും ഒക്കെ നിരത്തിൽ ആളുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുകയാണ്. വെളി പ്രദേശങ്ങളിൽ പോകുന്ന പഴയ സമ്പ്രദായം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്ത സംഭവം ഉണ്ട്. അപ്പം പിന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച അതിദാരിദ്ര്യമുക്ത കേരളം. എന്തൊരു തമാശയാണ്. ഇവിടെ റേഷൻ കാർഡ് കൊടുക്കുന്ന കണക്ക് പ്രകാരം, നമ്മുടെ ഒരു സർവേ പ്രകാരം 4 ലക്ഷം 5 ലക്ഷം പേര് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. അവർ സൗജന്യ റേഷൻ കിട്ടിക്കൊണ്ടിരുന്നു. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞാൽ സർക്കാർ എനിക്ക് ഈ പറയുന്ന റേഷൻ സൗജന്യ കിട്ടിയിരിക്കുന്ന 5 ലക്ഷം കുടുംബങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ പട്ടിണിപ്പാവങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണം എത്രയാണ്? കടത്തിണ്ണയിൽ കഴിയുന്നവർ, പുറംതൊപ്പിൽ കഴിയുന്നവർ, മേൽവിലാസമില്ലാത്തവർ, വാടക വീട്ടിൽ കഴിയുന്നവർ, ഇങ്ങനെ വീടില്ലാത്ത ഭൂരഹിതർ തന്നെ ധാരാളമുണ്ട്. അങ്ങനെയുള്ള പാർപ്പിടമില്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന, ഉത്തരേന്ത്യയിൽ പോലെ അത്ര രൂക്ഷമല്ലെങ്കിൽ പോലും കേരളം അതിദാരിദ്ര്യമുക്തമാക്കി പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ സാക്ഷരം ഇന്ത്യ. നമുക്കറിയാം, 70 വയസ്സുള്ള എനിക്ക് പോലും സത്യം പറഞ്ഞാൽ നമ്മുടെ ഞാൻ കമ്പ്യൂട്ടർ തുടങ്ങിയ ആൾ മുതൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന ആളാണ്. നിരന്തരമായി ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ പ്രതികരിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് പോലും ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണമായി കിട്ടിയോന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ എൻ്റെ ഡ്രൈവറോടെ ചോദിക്കുന്നത്. കാരണം കുട്ടികൾക്ക് അവർക്ക് കുറെ കൂടി അറിയാം. അങ്ങനെയുള്ള ഈ കേരളത്തിൽ, വാർദ്ധക്യശാലികളായ എണ്ണം വളരെ കൂടിയ ഒരു കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പൊട്ടത്തരമല്ലേ? അതും തമാശയാണ്. അതും പ്രഖ്യാപിച്ചു. കെ ഫോൺ എന്ന് എല്ലാം കേരളയിൽ വഴിക്ക് പോയി. കെ ഫോൺ എത്ര കോടി രൂപ മുടക്കിയത്? കെ ഫോൺ എന്ന് പറഞ്ഞാൽ കേൾക്കാനുണ്ടോ? ഇപ്പോഴും BSNL പോലും പ്രവർത്തനക്ഷമല്ല. സ്വകാര്യ ഫോണുകൾ ജിയോയുടെയോ അല്ലെങ്കിൽ മറ്റ് പുറകാലെ പോകുന്ന അവസ്ഥയല്ലേ? കെ ഫോണിനെ കുറിച്ച് ആരും കേൾക്കുന്നുണ്ടോ? നമ്മുടെ സ്കൂളുകളിലെല്ലാം കമ്പ്യൂട്ടർവൽക്കരണം നടത്തിയെന്ന് പറഞ്ഞു. ഡിജിറ്റൽ സാക്ഷരത കമ്പ്യൂട്ടർ വെച്ച് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഇല്ല, കോടിക്കണക്കിന് രൂപയാണ് മുടക്കിയത് കമ്പ്യൂട്ടർ വാങ്ങാൻ. അത് കാലഹരണപ്പെട്ട് സ്റ്റോർ റൂമിൽ കിടക്കുകയാണ്. സ്ക്രീൻ പോലും ഒരിടത്തുമില്ല. മാത്രമല്ല അവിടെയെല്ലാം കെ ഫോൺ ഉണ്ടെന്നാണ് പറയുന്നത്. അത് വൈഫൈ കണക്ഷൻ. കെ ഫോൺ എവിടെയുണ്ട്? അതൊരു വിദ്യയാണ്, സങ്കല്പമാണ്. ഈ സർക്കാർ ഇത്തരത്തിൽ ഈ വികസന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു പലതിനെയും തമസ്കരിക്കുകയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, പ്രത്യേകിച്ച് CPM-നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ശബരിമല വിഷയമൊക്കെ നിലനിൽക്കുമ്പോൾ ഇതിനെയൊക്കെ മറയ്ക്കാൻ വേണ്ടി തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഒരു വികസനം എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്? അതായത് ഞാൻ പറയുന്നത്, വികസനം ഉണ്ടെങ്കിൽ ആ വികസനം ചൂണ്ടിക്കാണിക്കണം. അല്ലെങ്കിൽ നാളെ വികസനത്തെ എന്ത് ചെയ്യുമെന്ന് പറയണം. അത് നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നത് വികസനമാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ വെറും വാചകമടിയിലൂടെ വിപ്ലവം നടത്തുന്ന ഒരു കക്ഷി തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എന്തോ വികസനം നടപ്പിലാക്കിയെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയാൻ ശ്രമിക്കുകയാണ്. അക്കമിട്ട് പറഞ്ഞാൽ 1, 2, 3 എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണ്ണാങ്കട്ട നടന്നിട്ടില്ല. ആ മണ്ണാങ്കട്ട നടന്നിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം മാത്രമല്ല, കാശില്ല. കാശ് ഖജനാവ് കാലിയാണ്. അങ്ങനെ ഖജനാവ് കാലിയാക്കിയ ഒരു സർക്കാർ വികസനത്തെക്കുറിച്ച് പറയുന്നത് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ് പ്രീതിപ്പെടുത്തുന്നത്. അതുമില്ല. കാരണം എന്താ? ക്ഷാമോത്തരം കൊടുത്തില്ല, കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ
സർക്കാരിൻ്റെ കട്ടളയും കഴുക്കോലും വരെ ഊരിക്കൊണ്ടുപോയി. അവിടെ ശബരിമല സ്വർണ്ണപ്പാളിയാണ് പോയെങ്കിൽ ഇവിടെ സർക്കാരിൻ്റെ ഖജനാവിലെ കട്ടളയും കഴുക്കോലും വരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഇപ്പോൾ എന്ത് ജൽപ്പനം നടത്തിയിട്ട് എന്ത് കാര്യം? അണയാറായ വിളക്കിൻ്റെ ആളിക്കത്തലാണ് പടർന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ പ്രഭാഷണങ്ങളൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? വികസനം എന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് ഏതെങ്കിലും തരത്തിൽ വർഗീയത ഇളക്കി വിട്ട് അത് വിറ്റ് കാശാക്കി വോട്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വികസനത്തിൻ്റെ പേരിലും വർഗീയതയുടെ പേരിലും ഒരു വോട്ട് പോലും CPM വാങ്ങാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ച് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.